ഹലോ, ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു യാത്രാവിശേഷവുമായാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊന്മുടിയും അവിടുത്തെ ഫോഗുമാണ് എപ്പോഴുള്ള വീഡിയോസ് കാണുന്നത്. എന്നാൽ പിള്ളേർക്കൊരാഗ്രഹം നമുക്ക് ആ ഫോഗ് പോയി ഒന്ന് കണ്ടാലോ എന്ന്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആനവണ്ടിയിലായിരുന്നു. അതേ, നമ്മുടെ സ്വന്തം KSRTCയിൽ ഇരിക്കാനുള്ള സീറ്റൊന്നും കിട്ടിയില്ല. പിള്ളേർ ഞങ്ങളൊക്കെ ബോണറ്റിലും തറയിലും ഒക്കെ ആയിട്ടിരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പൊളിയായിരുന്നു. ഡ്രൈവർ നല്ല എൻജോയ് ആയിട്ട് പുള്ളിക്കാരൻ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ നമ്മുടെ പൊന്മുടിയിലോട്ട് പോവുകയാണ്. 22 ഹെയർ പിന്നായിരുന്നു നമുക്ക് പൊന്മുടിയിൽ കവർ ചെയ്ത് മുകളിലെത്തേണ്ട ഹെയർ പിന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി സാധാരണ നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുമ്പോൾ അവിടെ ഇറങ്ങി ടിക്കറ്റ് എടുത്താണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. പക്ഷേ KSRTCയിലായതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ നമ്മൾ നേരെ പൊന്മുടിയിലേക്ക് എത്തിച്ചു. ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ ഫോഗ് ഉണ്ടായിരിക്കണേ എന്നുള്ളത്. കാരണം അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് മൂടൽ മഞ്ഞിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് കിടക്കുന്നത് കാണാനുള്ള ഒരു ഭംഗിയാണ്. അത് തന്നെയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതും. പോകെ അന്തരീക്ഷം കണ്ടപ്പോൾ ഉറപ്പായിരുന്നു ഫോഗ് അവിടെ ഉണ്ടാകും. കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. അധികം വെയിലൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്. സൈഡിലുള്ള വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേർ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അവരാദ്യമായിട്ടാണ് KSRTC ബസ്സിൽ പോകുന്നത്. കണ്ടില്ലേ, ദൂരെ നോക്കുമ്പോൾ അവിടെയൊക്കെ നിറച്ച് ഫോഗിങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷേ നമ്മൾ എത്തുന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ ഉണ്ടാവണമെന്നുള്ളതും ഒരു വലിയ ആഗ്രഹമാണല്ലോ. സൈഡ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പൊന്മുടിയിലെത്തിയപ്പോൾ കിടക്കുന്നു. അവിടെ ഒരൊറ്റ ഫോഗില്ല കേട്ടോ. ഡ്രൈവർ ദൂരന്നേ പറഞ്ഞു മഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര സങ്കടമായിപ്പോയി ഞങ്ങൾക്ക്. ഭയങ്കര വിഷമമായിപ്പോയി. ഇവളിത് അത് വിളിച്ചാടി എങ്ങോട്ടാണ് ഈ പോകുന്നത് ഞാൻ നോക്കിയപ്പോൾ പാവം ഇച്ചിരി ഫോഗ് വരുന്നത് കണ്ട് ഭയങ്കര സന്തോഷം കൊണ്ട് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കായിരുന്നു. അവൾ ആദ്യമായിട്ടായിരുന്നു പൊന്മുടിയിൽ. ഞാനൊരു 5-6 തവണയൊക്കെ പോയിട്ടുണ്ട്. ഒരു ഫോഗ് വരുന്നത് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ പോകുന്നതാണ്. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം ഇങ്ങനെയല്ല പൊന്മുടിയിലെ ഫോഗ്. നമ്മളെല്ലാം മൂടിക്കെട്ടി അടുത്ത് നിൽക്കുന്ന ആളെ പോലും കുറച്ച് ഒന്ന് ദൂരോട്ട് മാറി നിന്നാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗാണ് സാധാരണ പൊന്മുടിയിലുണ്ടാകാറ്. ഞാൻ കണ്ടിട്ടുണ്ടത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കിലിക്കത്തിലെ രേവതി പോകുമ്പോൾ തുള്ളി കളിച്ച് കുട്ടി ഇത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയപ്പോഴാണ് ആ മലയാണ് ലക്ഷ്യം. അതിൻ്റെ മണ്ടേ വലിഞ്ഞു കയറാനായിട്ടാണ് പോകുന്നത്. ഞാനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴും കുറച്ച് ഫോഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഫോഗ് വരും, വെയിൽ വരും, ഫോഗ് പോകും. ഫോഗ് വീണ്ടും വരും, വെയിൽ വരും, ഫോഗ് വീണ്ടും പോകും. ഇതായിരുന്നു അവസ്ഥ. വിഷമം തോന്നി. ഫോഗൊന്നും കാണാതെ തിരിച്ച് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല വിഷമമായി. പിന്നെ കയറിയ മല തിരിച്ചിറങ്ങി പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് വന്നിട്ട് റോഡ് മാർഗം തന്നെ KTDCയിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ അയ്യോ ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി ഫോഗ് താഴേക്ക് ഇറങ്ങി വന്നു. അവർക്കും സന്തോഷം, പിള്ളേർക്കും സന്തോഷം, എനിക്കും സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ ഫോഗ് നിറഞ്ഞു. ഭയങ്കര തണുപ്പും അത്ര സന്തോഷമായിരുന്നു. അടിപൊളിയായിട്ട് മൂടൽ മഞ്ഞ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ മരങ്ങളിലൊക്കെ തെന്നി ചിതറി ഒക്കെ സൂപ്പറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിശക്തമായ മഴയും പെയ്തു. ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഞ്ഞ് കൊണ്ടുവന്ന് അവിടെ മൂടി. പിന്നെ അതിശക്തമായ മഴ. സൂപ്പർ, അടിപൊളിയായിരുന്നു.